പോലീസിനെ ഉപയോഗിച്ച് വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കേസിൽ ഇന്നലെയാണ് ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റൂബിൻ ലാലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി കണ്ണംകുഴി പാലത്തിന് സമീപം നിന്ന് സൂരജ് സജിയും, അതുപോലെ ഇവിടെയാണ് നിങ്ങൾക്ക് അറിയുന്നത് പോലെ റൂബിൻ്റെ ഏറ്റവും വലിയ തെളിവായ മൊബൈൽ ഫോൺ പോലീസ് തോട്ടിലെറിഞ്ഞ് നശിപ്പിച്ചത്. അതുപോലെ കൊന്നക്കുഴി പോലീസ് സ്റ്റേഷൻ മുന്നിൽ നിന്ന് ഇവിടെയാണ് കേസിൻ്റെ ഗൂഢാലോചന നടന്നതെന്ന് വിശ്വസിക്കുന്നു. എസ് ശ്രീകാന്ത് കൂടി നമുക്കപ്പോൾ ചേരും. ആദ്യം സൂരജ് സജിയിലേക്ക് നമുക്ക് പോകാം. സൂരജ് സജി, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. യഥാർത്ഥത്തിൽ ഈ വനംവകുപ്പുകാരും പോലീസുകാരും തമ്മിലുള്ള ചില അവിശുദ്ധ ബന്ധം ഈ സ്ഥലങ്ങളിലൊക്കെ നിലനിൽക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, കാട്ടുമൃഗങ്ങളുടെ ഇറച്ചി ഭക്ഷിക്കാൻ പോലും അവിടെ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് അവിടുത്തെ ജനങ്ങളുടെ സംസാരം. ഇതൊക്കെ നമുക്ക് കേട്ടറിവില്ലാത്ത കാര്യമാണ്. എന്തൊക്കെയാണ് സൂരജ് സജി വിവരങ്ങൾ? SKN, സ്വാഭാവികമായും ഈ അതിരപ്പള്ളി മേഖലയിൽ പോലീസിന് കാര്യമായ പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റുകാരുമായുള്ള ചങ്ങാത്തം അത് തന്നെയായിരിക്കും ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായിരിക്കും ഈ ഗൂഢാലോചനയിലേക്ക് നയിച്ചത് എന്നുള്ളതേ നമുക്ക് പറയാൻ കഴിയൂ. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കണ്ണംകുഴി പാലത്തിലാണ്. ഇതിലെ ഏറ്റവും നിർണായകമായ തെളിവ് അത് പോലീസ് ഫോറസ്റ്റിന് വേണ്ടി നശിപ്പിക്കുന്നത് ഈ പാലത്തിലൂടെയാണ്. അതായത് എനിക്ക് പുറകിലൂടെയാണ് ആ ജീപ്പ് റൂബിനെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് വരുന്നത്. റൂബിന്റെ വീട് ഈ വഴി നേരെ പോകുമ്പോഴാണ്. അവിടെ നിന്ന് വരുന്ന സമയത്ത് ഈ പാലത്തിൽ ജീപ്പ് നിർത്തി അതിനുശേഷം റോഡിൽ ഈ മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചതിന് ശേഷം ഈ മൊബൈൽ ഫോൺ ഈ കാണുന്ന തോട്ടിലേക്ക്, കണ്ണംകുഴി പാലത്തിന് താഴെയുള്ള തോട്ടിലേക്ക് എറിയുകയായിരുന്നു. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം, കഴിഞ്ഞ ദിവസങ്ങളിലായെല്ലാം നല്ല മഴയാണ് പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കും തോട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ ഫോൺ ഇനി കണ്ടെത്തുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് തീർത്തും തെളിവ് നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇതിനകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഇവർ ഉയർത്തുന്ന വാദം ഈ വാഹനം ഇടിച്ചു കിടന്ന കാട്ടുപന്നി അത് ഉൾവനത്തിലായിരുന്നു, അല്ലെങ്കിൽ വനത്തിലായിരുന്നു. ഈ വനത്തിലേക്ക് റൂബിൻ അതിക്രമിച്ചു കയറി എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ വാഹനം ഇടിച്ച കാട്ടുപന്നി വനത്തിലേക്കൊക്കെ പോവുക എന്ന വിചിത്രമായ വാദം, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന അതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ ഏറ്റവും നിർണായകമായ തെളിവ്. കാരണം അതിനകത്ത് ആ ദൃശ്യങ്ങളിൽ റൂബിൻ പറയുന്നുണ്ട്, ഞാൻ നിൽക്കുന്നത് PWD റോഡിലാണ്, അല്ലാതെ വനത്തിലല്ല. ഈ ഉദ്യോഗസ്ഥൻ റൂബിനെ തടയുന്ന സമയത്ത് റൂബിൻ വ്യക്തമായി അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ നിർണായകമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണാണ് ഇത്തരത്തിൽ ഈ പാലത്തിൽ നിന്ന് എറിഞ്ഞു പൊട്ടിച്ച് താഴേക്ക് വലിച്ചെറിഞ്ഞത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഗൂഢാലോചന അത് പോലീസിന്റെയും വനംവകുപ്പിന്റെയും ഇടയിൽ നടന്നിരിക്കുന്നു. അന്ന് ഈ സ്റ്റേഷനിൽ CA ഇല്ല. റൂബിൻ പരാതി കൊടുക്കുന്ന സമയത്ത്, വനംവകുപ്പ് പരാതി നൽകുന്ന സമയത്ത് പോലും ഈ സ്റ്റേഷനിൽ CA ഇല്ല. 2 മണിക്ക് റൂബിന്റെ പരാതി നൽകാൻ എത്തുന്നുണ്ട്. ആ സമയത്തും CA ഇല്ല. പക്ഷേ 6:30യോടുകൂടി CAയെ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. അവർ ഗൂഢാലോചന നടത്തി. അതിനുശേഷമാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയത്. അന്ന് രാത്രിയും നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഈ CA ഫോൺ എടുത്ത ശേഷം ഹലോ ഹലോ എന്ന് പറഞ്ഞ് പല ആവർത്തി ഈ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫോണിൽ വിളിച്ചിട്ടെടുക്കുന്നില്ല. സ്റ്റേഷനിൽ റിസീവർ മാറ്റിവെക്കുന്നു. അങ്ങനെ വനംവകുപ്പിന് വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തു. അതിൽ ഏറ്റവും നിർണായകമായത് ഈ തെളിവ് ഉൾപ്പെടെ നശിപ്പിച്ചുകൊണ്ടാണ് ഈ കേസ് തേച്ചു മായ്ച്ചു കളയാൻ, അല്ലെങ്കിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജാക്സൺ അടക്കമുള്ള ഗുണ്ടാ പ്രവർത്തനം നടത്തിയവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം അത് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന SK. സൂരജ് സജി, ഇനി നമുക്കൊപ്പം ശ്രീകാന്ത് കൂടി ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ ജാമ്യാപേക്ഷയിലെ ഇന്ന് അന്തിമ തീരുമാനം കോടതിയിൽ നിന്ന് വരും. അതിനു മുമ്പ് എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിലാണ്. ഈ ഫോറസ്റ്റ് സ്റ്റേഷന് ഉള്ളിലാണ് ഈ ജാക്സണെ എങ്ങനെ കുടുക്കാം, ഈ ജാക്സന്റെ നേതൃത്വത്തിൽ റൂബിൻ ലാലിനെ എങ്ങനെ കുടുക്കാം എന്നുള്ള ഗൂഢാലോചന നടക്കുന്നത്. അതായത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലി കൃത്യമായി എടുക്കാത്തത് തിരിച്ചറിഞ്ഞ് റൂബിൻ ലാലിന്റെ നേതൃത്വത്തിൽ റൂബിൻ ലാൽ അത് മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി ദൃശ്യങ്ങൾ പകർത്താൻ പോയപ്പോൾ അതിനുശേഷം പിന്നീട് തിരികെ എത്തി ഗൂഢാലോചന നടത്തുന്നത് ഈ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനുള്ളിൽ വെച്ചാണ്. ഇവിടെയാണ് റൂബിൻ ലാലിനെ കയ്യേറ്റം ചെയ്ത, റൂബിൻ ലാലിനെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിക്കാത്ത, റൂബിൻ ലാലിനെതിരെ വ്യാജ പരാതി നൽകിയ, റൂബിൻ ലാലിനെ പരമാവധി ദ്രോഹിച്ച ജാക്സൺ എന്ന ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ ഉള്ളത്
ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ്. ഇതുവഴി പോകുന്ന ആളുകൾ, ഇതിന് ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ആളുകൾ ഒക്കെ തന്നെ സൂക്ഷിച്ചേ തീരൂ, ഭയന്നേ തീരൂ. കാരണം ഏത് നിമിഷവും ഈ ജാക്സന്റെ ഒക്കെ നേതൃത്വത്തിൽ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു കേസ് അവർക്കെതിരെ വരാനുള്ള സാധ്യതയുണ്ട്. വനത്തിൽ അതിക്രമിച്ച് കയറി എന്ന് വേണമെങ്കിൽ എഴുതി ചേർക്കാനും സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഈ റോഡിലാണ് നിൽക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു പച്ചപ്പുല്ലിന്റെ മുകളിലെങ്കിലും കയറി നിന്നാൽ ഈ ജാക്സണ് തോന്നും ഞാൻ ചിലപ്പോൾ ഈ വനഭൂമിയിലാണ് കയറിയതെന്ന്. അതുകൊണ്ട് കൃത്യം റോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ക്യാമറാമാൻ അടക്കം അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജാക്സനെ പോലെയുള്ളവർ ഇരുന്ന് ഗൂഢാലോചന നടത്തുന്ന സ്റ്റേഷനാണിത്. ഇവിടുത്തെ വന്യജീവികൾ ഇറങ്ങുമ്പോൾ ജാക്സനെ കാണാറില്ല, സുഹൃത്തുക്കളെ കാണാറില്ല, വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കാണാറില്ല. ഇവിടെ ആളുകളുടെ സ്വത്തും ജീവനും കൃഷിയും ഒക്കെ നശിപ്പിക്കുമ്പോൾ ഇവരെ കാണാറില്ല. പക്ഷേ ഈ നാട്ടിലെ കർഷകരെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ, ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജാക്സനെ പോലെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ടത്. ഇനി മറ്റ് വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ കേസിൽ വലിയ ഉന്നതതല ഗൂഢാലോചന നടന്നു എന്നാണ് ഇന്നലെ വൈകുന്നേരം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തിരുവനന്തപുരത്ത് ഈ വനം ആസ്ഥാനത്ത് നിന്നൊരു വിളി, ഒരു ഫോൺ കോൾ തൃശൂർ റൂറൽ SP ഓഫീസിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവിടെ നിന്നുള്ള ഫോൺ കോളിൽ പിന്നീട് DYSP അശോകൻ, ഈ ചാലക്കുടി DYSP അശോകനും ഒരു ഫോൺ കോൾ എത്തുന്നു. അശോകന്റെ നിർദ്ദേശപ്രകാരമാണ് CI ഈ കേസിൽ സ്ട്രിക്റ്റ് ആക്ഷൻ എടുത്തത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് സോളിഡ് എവിഡൻസ് ആണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ DYSP അശോകനോട് കാരണം ചോദിക്കാൻ വിളിച്ച, ഈ അറസ്റ്റ്, നിയമവിരുദ്ധ അറസ്റ്റിനെ കുറിച്ച് ചോദിക്കാൻ വിളിച്ച തൃശ്ശൂരിലെ ഏതാനും മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരു വശത്ത് അദ്ദേഹം CCTV അന്വേഷിക്കാൻ വരുന്ന, നിജസ്ഥിതി അന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥനായി കളിക്കുന്നു. മറുവശത്ത് ഈ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് റൂബിൻ ലാലിന്റെ ഭാഗത്ത് വലിയ പിഴവ് വന്നിട്ടുണ്ട്, വീഴ്ച വന്നിട്ടുണ്ട്, അതിനാലാണ് ഞങ്ങൾ കേസെടുത്തത്. പോലീസിനും വനം വകുപ്പിനും ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല, അവരവരുടെ ജോലി ചെയ്യുക മാത്രമാണ് ചെയ്തത് എന്നാണ് ഈ അശോകൻ പറയുന്നത്. അതേസമയം ഈ ചാലക്കുടി DYSP അശോകൻ ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനായി തന്നെ ഈ ഒരു പൊറാട്ട് നാടകം കളിക്കുകയുമാണ്. എന്തൊരു നാടകമാണ് ഇന്നലെ ഇവിടെ നടന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആലോചിച്ചു പോകുന്നത്. SKN എന്തായാലും ഇന്ന് 11 മണിയോടെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ചാലക്കുടിയിൽ ഈ കേസ് പരിഗണനയ്ക്ക് വരും. ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. അതുമാത്രമല്ല, ഇന്നലെ പോലീസിനെതിരെ റൂബിൻ ലാൽ ഒരു പരാതി നൽകിയിരുന്നു. തന്നെ മർദ്ദിച്ചു, തന്റെ ഫോൺ നശിപ്പിച്ചു, തന്നെ അടിവസ്ത്രത്തിൽ നിർത്തി എന്നതടക്കമുള്ള പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേലും സ്വാഭാവികമായ നടപടി കോടതിയിൽ നിന്നും ഉണ്ടാവുകയും ചെയ്യും. ഇന്ന് ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ടത്, വന്യജീവി പ്രശ്നം വളരെ രൂക്ഷമായി മാറുന്നുണ്ട് അതിരപ്പള്ളി മേഖലയിൽ. ആളുകൾ വലിയ ഭയത്തിലാണ്. നമ്മൾ ഇന്നിപ്പോൾ വരുന്ന വഴിയിലും 1-2 ആളുകളെ കാണാൻ സാധിച്ചിരുന്നു. അവരെല്ലാം തന്നെ പറഞ്ഞത് ഈ വന്യജീവി പ്രശ്നത്തിന് പരിഹാരം വേണം. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉറങ്ങുകയാണ്, അവർ ഒരു തരത്തിലും ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതിരപ്പള്ളിയിലെ വന്യജീവി പ്രശ്നവും ജനങ്ങളുടെ ദുരിതവും നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. താങ്ക് യു ശ്രീകാന്ത്, താങ്ക് യു സൂരജ് സജി. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ കഴിഞ്ഞ കുറച്ചധികം കാലമായി റൂബിൻ ലാൽ ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വനം വകുപ്പിൽ നടക്കുന്ന കൊള്ളയും അഴിമതിയും തീവെട്ടിക്കൊള്ളയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ റൂബിൻ ലാൽ അവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളും ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം കുടുംബത്തോടെ അവർ പരിസ്ഥിതി പ്രവർത്തകരാണ്. പ്രകൃതി വിലയം ചെയ്ത ഒരു ജനസമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ആ കുടുംബത്തിൽ നിന്ന് വാർത്തകളായി പലപ്പോഴും പുറത്തു വന്നത്. എന്നാൽ ആ വാർത്തകളൊക്കെ തന്നെ തങ്ങളുടെ സ്വൈര ജീവിതത്തിന് വെല്ലുവിളിയാണ് എന്ന് വിശ്വസിക്കുന്ന ഈ വനംവകുപ്പ് ജീവനക്കാരും അവിടുത്തെ പോലീസുകാരും തമ്മിൽ നടത്തുന്ന അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ അനാവരണമാണ് ഇന്നലെ കണ്ടത്. എന്തായാലും റൂബിൻ തുടങ്ങി വെച്ച ആ പോരാട്ടം 24 തുടരുക തന്നെ ചെയ്യും. വനത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് നെറുകേടുകൾ കാണിക്കുന്ന ജീവനക്കാരെ നമ്മൾ അനാവരണം ചെയ്ത് പൊതുജന മധ്യത്തിലേക്ക് പിടിച്ചു നിർത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.